ഹലോ, നമ്മളാരും പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് അല്ല. സീരിയസ്ലി നമ്മളാരും പ്രൊക്രാസ്റ്റിനേറ്റേഴ്സ് അല്ല. പ്രൊക്രാസ്റ്റിനേഷൻ നമുക്കൊരു ഹാബിറ്റായിട്ട് മാറുന്ന, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ഹാബിറ്റ്. ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് സയൻസ് ഉപയോഗിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഐ നോ വാട്ട് യു ആർ തിങ്കിങ്. എടാ, ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു നോക്കി, പോസിറ്റീവ് തിങ്കിങ് ചെയ്തു, പല പല ടൈമേഴ്സൊക്കെ യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടും ഒന്നും നടക്കണില്ല, ഈ സാധനം അങ്ങ് പോകണില്ല. എനിക്കറിയാം, അതൊക്കെ ഈസ് ബിക്കോസ് പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് നോട്ട് അബൌട്ട് ദ വർക്ക്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലേസിനെസ്. സംടൈംസ് ഇറ്റ്സ് അബൌട്ട് സ്ട്രെസ്, ഫീലിങ്സ് ആൻഡ് ഈവൻ ബോർഡം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 ഐഡിയാസ് പറഞ്ഞുതരാം. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അതുവഴി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നും മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള 2 മെത്തേഡ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണമെന്ന് അറിയണം. വൈ ഡു വി പ്രൊക്രാസ്റ്റിനേറ്റ്? ഞാനിന്നിവിടെ പറയാൻ പോകുന്ന 2 തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷനാണ്. സ്ട്രെസ്സ് കാരണമുള്ളതും ബോർഡം കാരണമുള്ളതും. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെസ്സ് കാരണമുള്ളത് നോക്കാം. സപ്പോസ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഒരു ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ആവട്ടെ. അതായത് നമ്മൾ ആരെങ്കിലുമായിട്ട് അടി ഉണ്ടാക്കിയതോ, പാർട്ട്ണറോ ഫ്രണ്ട്സോ ആരെങ്കിലുമായിട്ട് അടി ഉണ്ടാക്കിയതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് സ്ട്രെസ്സോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡോ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ട്. ഇത് ഓൾറെഡി തലയുടെ ഉള്ളിലുണ്ട്. നമ്മൾ വർക്ക് ചെയ്യാൻ വന്നിരുന്ന് കഴിഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് വർക്കിൽ ആദ്യം നമുക്ക് കുറച്ച് കോൾ വിളിക്കാനുണ്ട്. അതിൻ്റെ വിളിക്കാനുള്ളത് ഒരെണ്ണം മാനേജറിനെ, മുമ്പത്തെ എന്തോ പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് എന്തോ വിളിക്കാനുണ്ട്. അത് അതീവ ഗുരുതരമായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, ആശാനെ, ഞാൻ ഓൾറെഡി സ്ട്രെസ്സിലാണ്, ഇതും കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല. കുറച്ച് നേരം നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാം, എന്നിട്ടൊന്ന് കൂളായതിന് ശേഷം വിളിക്കാം. നമ്മളും വിചാരിക്കും, ഓക്കെ, ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്, കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിട്ട് വിളിക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കും, റീൽസ് കാണാൻ തുടങ്ങും, കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ട് കുറച്ച് സമയം പോകും. സപ്പോസ് 1 മണിക്കൂർ പോയെന്ന് വിചാരിക്കും. നിർത്തുമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 1 മണിക്കൂർ പോയി കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യാണ്, പണ്ടാരം മാനേജറിനെ വിളിക്കാനുണ്ടായിരുന്നു, പണിയെടുക്കാനുണ്ടായിരുന്നു, ചെയ്തില്ല, 1 മണിക്കൂർ പിന്നെയും പോയി. അപ്പോൾ നമുക്കുണ്ടായിരുന്ന സ്ട്രെസ്സിൻ്റെ കൂടെ കുറച്ചും കൂടി അഡീഷണലായിട്ട് കിട്ടി, പിന്നെയും സ്ട്രെസ്സായി കുറച്ചും കൂടെ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നെ ഇത് പറയും, ഇപ്പം എന്തായാലും സ്ട്രെസ്സാണ്, ഇനി അത് പണിയെടുക്കാൻ എന്നെക്കൊണ്ട് ഇപ്പം നടക്കില്ല, നമുക്ക് പിന്നെയും റീൽസ് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങും നമ്മുടെ ഉള്ളിൽ. കാരണം നമ്മുടെ സ്ട്രെസ്സ് കാരണം നമ്മൾ ആ ടാസ്കിനെ അവോയ്ഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സയൻസ്, ഓൾ ഹാബിറ്റ് ഹാവ് 3 പാർട്സ്: ട്രിഗർ, പാറ്റേൺ, റിവാർഡ്. ഇതിനകത്ത് ട്രിഗർ എന്താ? ഈ സ്ട്രെസ് റിലേറ്റഡ് പ്രൊക്രാസ്റ്റിനേഷൻ്റെ കേസിൽ എപ്പോഴും ട്രിഗർ സ്ട്രെസ്സാണ്. പാറ്റേൺ എന്താ? നമ്മൾ ആ ടാസ്ക് അങ്ങ് അവോയ്ഡ് ചെയ്തു. ഇതിൽ തന്നെ റിവാർഡ് എന്താ? കുറച്ച് നേരത്തേക്കുള്ള സ്ട്രെസ് റിലീഫ്. ഇതാണ് എൻ്റെ റിവാർഡ്. അങ്ങനെ ഈ കിട്ടുന്ന ചെറിയൊരു റിലീഫില്ലേ, ഇത് ആശാനങ്ങ് നല്ലോണം സുഖിക്കും, ബ്രെയിനെ നല്ലോണം സുഖിക്കും. പിന്നെ നമുക്ക് സ്ട്രെസ്സ് വരുന്ന മിക്ക കേസിലും പുള്ളി ഈ ഐഡിയ എടുത്തിടാൻ തുടങ്ങും. കുറച്ച് നേരം നമുക്ക് റീൽസ് കണ്ടാലോ, അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഗെയിം കളിച്ചാലോ ഈ പരിപാടി പുള്ളി പിടിക്കും. ഈ സ്ട്രെസ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്ട്രെസ്സ് വന്നുകൊണ്ടേയിരിക്കും, പറഞ്ഞിട്ടില്ല, മനുഷ്യനല്ലേ. നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഈ പാറ്റേൺ ആണ്, ഈ ഹാബിറ്റിൻ്റെ പാറ്റേൺ. ഇതെങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈം നമ്മളിങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റീൽസ് കാണുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ, നമുക്ക് ചെയ്യാനൊരു ടാസ്ക് ഉണ്ട്, നമ്മളത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത് കാണുന്നത്, നമുക്ക് റിയലൈസേഷൻ വരുമല്ലോ. അങ്ങനെ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ റീൽസ് അങ്ങ് പോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഗെയിം കളിക്കുന്നതാണെങ്കിൽ അത് പോസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് പറയാം, ഞാൻ സ്ട്രെസ്ഡാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ടാസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് സ്വന്തമായിട്ട് റിയലൈസ് ചെയ്യുക. ഇങ്ങനെ സ്വന്തമായിട്ട് റിയലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയൂ,
5 to 1 ബാക്കിയിട്ടൊന്ന് കൗണ്ട് ചെയ്യുക. 5 4 3 2 1 കുറച്ച് പയ്യെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടാവും, ഞാനെന്ത് തേങ്ങയായി പറയണേ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് ഞാൻ കൗണ്ട് ചെയ്യാൻ പറയണതെന്ന്. അതിലൊരു കാര്യമുണ്ട്. ആക്ച്വലി ഈ കൗണ്ടിങ് നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ സ്റ്റോറായിട്ടുള്ള ഈ ഹാബിറ്റ് ലൂപ്പിനെ ഇൻട്രപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും, വിച്ച് ഇസ് ദ പാർട്ട് വിച്ച് മേക്സ് ഡിസിഷൻസ്. അങ്ങനെ ഈ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനുള്ള വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇത് മൊത്തം ഞാൻ ഇപ്പം തന്നെ അങ്ങ് തീർക്കുമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് ഞാൻ അടിപൊളിയായിട്ട് ഫുൾ ഫോക്കസിൽ വർക്ക് ചെയ്യുന്നുള്ളൊരു മൈൻഡിലിരിക്കുക. ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഫുൾ ഫോക്കസ് ചെയ്തൊരു 5 മിനിറ്റ് ഞാൻ എന്തായാലും വർക്ക് ചെയ്യുന്നൊരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് അങ്ങ് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു 80% ആൾക്കാരും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പഠിക്കാനുള്ളത് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയുന്നേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ സ്വന്തമായിട്ട് ഈ ഹാബിറ്റ് ലൂപ്പിനെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പ്രൊക്രാസ്റ്റിനേഷൻ്റെ വേറൊരു ആംഗിൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ബോർഡം കാരണം തന്നെ, ബോറടി കാരണം നമ്മൾ യൂഷ്വലി മടിയാന്നൊക്കെ പറഞ്ഞ് മാറ്റിയേക്കണ ഈ സംഭവമാണത്. ആലോചിച്ച് നോക്ക്, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ പഠിക്കാനുണ്ടാവും, എഴുതാനുണ്ടാവും, വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ചെയ്യണതിന് വെച്ച് നോക്കുമ്പോൾ റീൽസ് കാണുന്നത് ഭയങ്കര സുഖമായിട്ടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത് ഭയങ്കര സുഖമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ റീൽസ് കാണുന്നതിനേക്കാളും ബോറടിയുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളതോ എഴുതാനുള്ളതോ വർക്ക് ചെയ്യാനുള്ളതോ, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതിനേക്കാളും ബോറടിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ റീൽസ് കാണാനോ ഗെയിം കളിക്കാനോ പറ്റുമ്പോൾ നമ്മൾ എന്തിനു പഠിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ലേ? നമ്മളല്ല, നമ്മുടെ ബ്രെയിനിലെ ക്വസ്റ്റ്യൻ വരൂലേ? പെട്ടെന്ന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആശാൻ അങ്ങനെ ചിന്തിക്കും. നമുക്ക് ഈ ഡോപ്പമിൻ്റെ സാധനം അധികം വേറെ വീഡിയോയിൽ പറയാം, ഡോപ്പമിൻ്റെ കാര്യങ്ങൾ. ബ്രെയിൻ ഇങ്ങനെ ചിന്തിക്കണതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ ബ്രെയിൻ ഡസൻ മെഷർ എൻ്റർടൈൻമെൻറ്റ് ഇൻ ആബ്സല്യൂട്ട്സ്, ഇറ്റ് മെഷർ ഇൻ കോൺട്രാസ്റ്റ്. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ഫണ്ണാണോ ബോറിംഗ് ആണോ അങ്ങനെ നോക്കിയിട്ടല്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളി ചിന്തിക്കണത്, അല്ലെങ്കിൽ പുള്ളി നോക്കണ ഈ മൊമെൻറ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണ്, അതാണ് പുള്ളിക്ക് ചെയ്യേണ്ടത്. മറ്റേ ഡോപ്പമിൻ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണോ അതാണ് മച്ചാൻ ആവശ്യമുള്ളത്. പുള്ളി അതേ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയുള്ളൂ. കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിൽ നിന്ന് ഒരു ഡാർക്കായിട്ടുള്ള റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇരുട്ട് ഫീൽ ചെയ്യില്ലേ? അല്ലെങ്കിൽ രാത്രി ബാത്റൂമിൽ പോകാൻ ലൈറ്റ് ഇടുമ്പോൾ പെട്ടെന്നൊരു മങ്ങൽ ഫീൽ ചെയ്യില്ലേ? അതൊക്കെ ഏകദേശം ഇതുകൊണ്ടാണ്. അതായത് സെയിം റൂമാണ്, സെയിം ലൈറ്റാണ്, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന സാധനങ്ങളാണ്. പക്ഷേ പുള്ളി അത് ഡിഫറെൻ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? പുള്ളി അത് കോൺട്രാസ്റ്റിൽ കാണുന്നുണ്ടാണ്. പ്രൊഡക്ടിവിറ്റിയും ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ബോറിംഗ് ആയിട്ടേ തോന്നുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഭയങ്കര വലിയ സൊല്യൂഷനൊന്നുമില്ല. 2014 ഒരു ഫേമസ് സ്റ്റഡി നടത്തി. അതായത് കുറച്ച് അണ്ടർ ഗ്രാജുവേറ്റ്സിനെ കുറച്ച് സയൻറ്റിസ്റ്റുമാർ ഒരു റൂമിലാക്കി. അവർക്കൊന്നും കൊടുത്തില്ല, ഫോണോ ബുക്കോ ഒന്നുമില്ല. ജസ്റ്റ് വെറുതെ റൂമിൽ പോയിരിക്കുക. അവരുടെ ചെയറിൻ്റെ മുമ്പിലെ ടേബിളിൽ ഒരു സ്വിച്ച് ഉണ്ടാകും, ആ സ്വിച്ചിലേക്ക് ഷോക്ക് അടിക്കും. അവർ സ്റ്റഡി ചെയ്തതാണ്. ഇതിൽ 60% ആണുങ്ങളും 25% പെൺകുട്ടികളും ഈ സ്വിച്ചിൽ ഞെക്കി. ചില ആൾക്കാർ മൾട്ടിപ്പിൾ ടൈംസ് ഞെക്കി. കാരണം എന്താ? ബോറടിച്ചിട്ട്. മനുഷ്യന്മാർക്ക് ആർക്കും ബോറടിക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള ജോലി, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം, പഠിക്കാനുള്ളതാണെങ്കിൽ അത്, എഴുതാനുള്ളതാണെങ്കിൽ അത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളതാക്കിയിട്ടേ പറ്റൂ. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലേ നമുക്ക് ബോറടിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഫോൺ അടുത്തിരിക്കുകയാണെങ്കിൽ മതി നമ്മൾ ഡിസ്ട്രാക്റ്റഡാ, അത്ര ഉണ്ട്. സോ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇഷ്ടമുള്ള കാര്യമാക്കി എടുത്താൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ.
അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴും പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. സോ നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ഇതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മിക്ക വയസ്സിൽ ഫോണായിരിക്കും, ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, റീൽസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഗെയിം ആയിരിക്കും, PS5 ആയിരിക്കും, എന്തായിരിക്കും. ഈ ഡിസ്ട്രാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ആലോചിക്കുക. ഫോൺ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വയ്ക്കുക, സൈലൻ്റിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വയ്ക്കുക. ഇനി ഫോൺ നോക്കിയാൽ പഠിക്കുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ അതുപോലത്തെ ആപ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിട്ടാൽ മതി. അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഒന്ന് സ്ട്രെസ് റിലേറ്റഡ് ആവാം, ഇല്ലെങ്കിൽ ബോർഡം റിലേറ്റഡും ആവാം. സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ എന്താ? സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ 5 നിന്ന് 1 ബാക്കിയിട്ട് കൗണ്ട് ചെയ്തിട്ട് റിയലൈസ് ചെയ്യുക, 5 മിനിറ്റ് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുക, മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ബോർഡം മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, പണിയെടുക്കാൻ ശ്രമിക്കുക. ഈ 2 കേസിലും മോട്ടിവേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കാരണം പ്രൊക്രാസ്റ്റിനേഷൻ ഒരിക്കലും മോട്ടിവേഷൻ കാരണം വരുന്നതല്ല. മോട്ടിവേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ നേരത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. ഈ 2 കേസിലും നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഹാബിറ്റിനെ, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഈ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ വേറെ രീതിക്ക് ബ്രേക്ക് ചെയ്യും, ബോറടി ആണെങ്കിൽ നമ്മൾ വേറെ രീതിക്ക് ബ്രേക്ക് ചെയ്യും. എങ്ങനെയായാലും ഇതിനെ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിലേ കാര്യമുള്ളൂ. സോ ഇനി നിങ്ങൾക്കൊരു ടാസ്ക് അവോയ്ഡ് ചെയ്ത് നമ്മൾ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണല്ലോ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയണത്. അത് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ റിയലൈസ് ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക, ബ്രേക്ക് ചെയ്യുക, പരിപാടി ചെയ്യുക. അല്ലാതെ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിങ്ങനെ പോവുള്ളൂ. ഇതൊരു ലൂപ്പാണ്, ഇത് തീരില്ല, ഇതെന്നും ഇങ്ങനെ പോവുള്ളൂ. മോട്ടിവേഷൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ സെൽഫായിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. എനിക്കറിയാം ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഈ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നോ എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടതെന്നോ കുറച്ചും കൂടി സയൻസ് ബേസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യാം. അടുത്ത വീഡിയോയും മുതൽ ഒക്കെ ഞാൻ ട്രൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. കുറച്ചും കൂടി അടിപൊളിയായിട്ട് സയൻസ് റിലേറ്റഡ് ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പാകത്തിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയമില്ല, പിന്നെ ഈ പരിപാടിയിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടുമാണ് ഇതിങ്ങനെ ലാഗായി പോകുന്നത്. പിന്നെ വലിയ ആൾക്കാരൊന്നും കാണാനും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ പറയാലോ. എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി രസമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി രസമായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ ചുമ്മാ കണ്ടു വെക്കുക. വന്നിട്ടില്ലല്ലോ, വരുന്ന വീഡിയോസൊക്കെ കണ്ടു വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.